ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫ്രഞ്ച് ബ്രെഡ് ഐറ്റമായ ക്രോസോൺസ് ആണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമായ ഈ ക്രോസോൺസ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ക്രോസോൺസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രോസോൺസ് തയ്യാറാക്കാൻ ആദ്യം ബ്രെഡിൻ്റെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ തരിയുള്ള പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില പൗഡറും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കും. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കും. ഇങ്ങനെ അരമണിക്കൂർ വെക്കുന്നത് നമ്മൾ ചേർത്ത പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ മാവിൽ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടാനാണ്. അരമണിക്കൂറിന് ശേഷം മാവ് വീണ്ടും എടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി നീഡ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് മാവ് നല്ലതുപോലെ പൊങ്ങി വരും. ഒരു മണിക്കൂറിന് ശേഷം മാവ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ നീഡ് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ റോൾ ചെയ്ത് അതിലേക്ക് നമുക്കിനി മാർജറിൻ ചേർക്കണം. മാർജറിൻ താല്പര്യമില്ലാത്തവർ ബട്ടർ ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാനിവിടെ മാർജറിനാണ് ചേർക്കുന്നത്. മാവ് ഇതുപോലെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഒട്ടും തന്നെ ക്രാക്ക് വീഴാതെ പരത്തിയെടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാർജറിൻ ചേർക്കാം. ഞാനിവിടെ 100 ഗ്രാം മാർജറിനാണ്. എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് നടുക്കുവശത്തോട്ട് മടക്കി അടുത്ത സൈഡിൽ നിന്ന് അതിനെയും വീണ്ടും നടുക്കുവശത്തോട്ട് ഫോൾഡ് ചെയ്യും. ഒരു ബുക്ക് എങ്ങനെയാണോ തുറന്നിട്ട് നമ്മൾ മടക്കി വെക്കുന്നത് അതുപോലത്തെ മെത്തേഡിലാണ് ഇവിടെ ഇത് ചെയ്യേണ്ടത്. ഇതിന് പറയുന്നത് ബുക്ക് ഫോൾഡിംഗ് മെത്തേഡ് എന്നാണ്. ഇത് വീണ്ടും നമ്മൾ 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തെടുക്കണം. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ബട്ടറോ അല്ലെങ്കിൽ മാർജറിനോ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ബട്ടർ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെക്കണം, ഫ്രീസറിൽ വെക്കണ്ട. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ നല്ല വീതിയിൽ പരത്തിയെടുക്കണം. എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കണം. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കട്ടർ ഉപയോഗിച്ച് സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഒരു സ്ക്വയർ രൂപത്തിലോ റെക്റ്റാങ്കിൾ രൂപത്തിലോ കറക്റ്റായിട്ട് വെട്ടിയെടുക്കും. ക്രോസോൺസിൻ്റെ ഷേപ്പ് ഒരു ട്രയാങ്കിൾ രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്ത് റോൾ ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്രോസോൺസിന് ഫില്ലിങ്സ് വേണ്ടവർക്ക് ഫില്ലിങ്സ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ന്യൂട്ടെല്ലയുടെ ഫില്ലിങ്സും കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റ് കൊടുക്കാം. പ്ലെയിനായിട്ടാണെങ്കിൽ പ്ലെയിനായിട്ടും എടുക്കാം. ജാം ചേർക്കേണ്ടവർക്ക് ജാം ഫില്ലിങ്ങും കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് ഇതുപോലെ റോളാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്യണം. ശേഷം പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ 20 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ക്രോസൻസ് എല്ലാം ഇവിടെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേക്കിയും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ക്രോസൻസ് ആണ്. ഇത് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ക്രോസൻസ് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഫ്രഞ്ച് ബ്രെഡ് ഐറ്റമായ ക്രോസൻസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.